ഞാൻ കണ്ടത് 2 വളരെ വ്യത്യസ്തമായ ടീം. ഒന്ന് ശരിക്കും ഒരു ടീമാണ് ബാഴ്സലോണ. മറ്റേത് 11 കളിക്കാര് കളിക്കുന്നു. കളത്തിലിറങ്ങി എങ്ങനെയൊക്കെയോ കളിക്കാൻ നോക്കുന്നു. അവരുടെ മികവ് ആരും ചോദ്യം ചെയ്യണില്ല. പക്ഷെ ഇപ്പോൾ ഈ സീസൺ മുഴുവൻ നമ്മൾ കണ്ടിട്ടുള്ളത് റയൽ മാഡ്രിഡ് ഒരു ടീമല്ല. അതിപ്പോൾ പിച്ചിൽ മാത്രമല്ല, പിച്ചിന് പുറത്തും. പുറത്തും അത് തന്നെയാണ് സ്ഥിതി. തന്നെയായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇന്നലത്തെ ഒരു മത്സരത്തിൽ ഇപ്പം റയൽ നമ്മൾ പറഞ്ഞു 11 താരങ്ങൾ ഇത് കളിക്കുന്നു, ഒരു കോർഡിനേഷനിൽ ഒരു ടീം എന്ന മെന്റാലിറ്റി ഇല്ല എന്നുള്ളത് നമുക്കറിയാം. ഈ ഒരു സീസണിന്റെ തുടക്കത്തിൽ കഴിഞ്ഞ ഫസ്റ്റ് എൽ ക്ലാസിക്കോ റയൽ വിജയിക്കുന്നു, അതെ. അത്യാവശ്യം ഒരു 6 പോയിന്റിൽ മുകളിലേക്ക് ലീഡിലേക്ക് ഉയരുന്നു. ആൻഡ് അവിടുന്ന് പിന്നെ ഇങ്ങോട്ടേക്ക് റയലിന്റെ ഒരു ഡൗൺഫാളും ബാർസയുടെ ഒരു ലിഫ്റ്റിംഗും ആണ് കാണുന്നത്. അതെ. എന്തായിരുന്നു ആ ഒരു എക്സ് ഫാക്ടർ? എന്തായിരുന്നു റയലിന് ഈ ഒരു തകർച്ച അല്ലെങ്കിൽ ഈ ഒരു സീസണിലെ ഡൗൺഫാളിന് കാരണമായിട്ട് തോന്നി? മാനേജ്മെന്റിന്റെ സ്ഥിരത തന്നെ. ഇപ്പൊ ബാഴ്സലോണയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നവംബറിലല്ലേ ചെൽസിയോട് 3-0 ചാമ്പ്യൻസ് ലീഗ് തോൽക്കണം. അപ്പൊ ആ സമയത്ത് ആരും വിചാരിച്ചിട്ടില്ല ഈ അതേ ബാഴ്സലോണ ഇത്രയും വലിയ ഗ്യാപ്പിന് ടൈറ്റിൽ നേടുന്നൊന്നും. എന്താ വെച്ചാൽ അപ്പം ലാലിഗയിലും ബാക്കിലാണ്. പക്ഷെ അവിടെ എന്താ വ്യത്യാസം? അവിടെ ഹാൻസി ഫ്ലിക്കിന്റെ ടീമാണ്. അതാരും ചോദ്യം ചെയ്യണില്ല. കളിക്കാർ ചോദ്യം ചെയ്യണില്ല. മാനേജ്മെന്റ് ചോദ്യം ചെയ്യണില്ല. ഹാൻസി ഫ്ലിക്കിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണു. ഇവിടെ നിങ്ങൾ ഒരു ചെറുപ്പക്കാരനായ ഒരു മികച്ച കോച്ചിനെ കൊണ്ടുവന്നു. പക്ഷെ അയാൾക്ക് നിങ്ങൾ കൺട്രോൾ കൊടുത്തില്ല. പ്ലെയർ പവർ വന്ന് ആദ്യം ഒക്കെ താറുമാറാക്കി. അത് കാരണം തന്നെ റിസൾട്ട്സ് ഒന്ന് മോശമായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കളിക്കാരുടെ ആ ഒരു തനി നിറം കാണിക്കും. അത് കഴിഞ്ഞ സീസൺ കാർലോ ആൻസലോട്ടിയുടെ കൂടെയും കാണിച്ചു. അപ്പം ഇങ്ങനത്തെ ഒരു ജോലി ആര് ഏറ്റെടുക്കുന്നതാണ് ഇനിയുള്ള ചോദ്യം ശരിക്കും.